കർണികാരം പൂത്തുതളിർത്തു, കൽപ്പനകൾ താളമെടുത്തു. വിഷുവെത്തും മുൻപേ മഞ്ഞപ്പട്ടൊടുക്കുന്ന കണിക്കൊന്ന നൽകുന്ന പ്രതീക്ഷകൾ ഗായകൻ ജയചന്ദ്രന്റെ ആലാപനത്തിലൂടെ നാം ഏറെ കേട്ടതാണ്. എന്നാൽ വിഷുവിന് മാസങ്ങൾ ബാക്കി നിൽക്കെ കേരളത്തിലുടനീളം കണിക്കൊന്നകൾ പൂത്തുലയുന്ന കാഴ്ച കാണുമ്പോൾ കാലം തെറ്റുന്ന കേരളത്തിന്റെ പാരിസ്ഥിതിക ജൈവ ഘടികാരത്തിന്റെ സ്പന്ദനം നാം അറിയുന്നു. സംസ്ഥാനം വീണ്ടും ചൂടിന്റെ നെരിപ്പോടിലേക്ക് ചുവടുവെക്കുമ്പോൾ കണിക്കൊന്ന ചെടികൾ നൽകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അപായ സൂചനകളെ വിലയിരുത്തുകയാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. നേരത്തെ പൂക്കുന്ന കണിക്കൊന്നകൾ. കേരളത്തിന്റെ സംസ്കാരവും കൃഷിയും ഉത്സവങ്ങളും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. പണ്ടുകാലത്ത് കർഷകർ തങ്ങളുടെ കാർഷിക കലണ്ടർ തയ്യാറാക്കിയിരുന്നത് കണിക്കൊന്നയുടെ പൂവിടൽ കൂടി നിരീക്ഷിച്ചായിരുന്നു. സാധാരണ മീനമാസത്തിൽ മൊട്ടിട്ട് തുടങ്ങുന്ന കണിക്കൊന്ന മേടം 1 പൂർണ്ണമായും പൂത്തു നിൽക്കും. കണിക്കൊന്ന പൂത്ത് ഏകദേശം 45 ദിവസത്തിനുള്ളിൽ മഴ എത്തും എന്നാണ് പഴമക്കാരുടെ കണക്ക്. എന്നാൽ ഏത് സീസണിലും പൂക്കുന്ന ഒന്നായി കണിക്കൊന്ന മാറി. ഡിസംബർ, ജനുവരി മാസങ്ങളിൽ പോലും പൂത്തുവരുന്നത് നാം സ്ഥിരമായി കാണാറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ ഒരു സമൂഹത്തിന്റെ ആചാരങ്ങളെ പോലും സ്വാധീനിക്കുന്നു എന്നതിന് തെളിവാണ് ഈ അകാലമായി പൂക്കുന്ന കണിക്കൊന്നകൾ. ആഗോളതാപനം കാരണം ഭൂമിയിലെ ചൂട് കൂടുന്നത് സസ്യങ്ങളുടെ വളർച്ചാ ചക്രത്തെ ബാധിക്കുന്നുണ്ട്. ചൂട് കൂടുമ്പോൾ മരങ്ങളിൽ ഹോർമോൺ വ്യതിയാനം സംഭവിക്കുകയും അവ നേരത്തെ പൂവിടാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. വേനൽ നേരത്തെ എത്തുന്നതും അന്തരീക്ഷത്തിലെ വായുവിൽ ഈർപ്പം കുറയുന്നതും ചെടികളെ വേഗത്തിൽ പുഷ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. ചൂടുകൂടി സഞ്ചിത താപമൂല്യം ഒരു പരിധിയിൽ കവിയുമ്പോൾ കണിക്കൊന്നയിൽ ഫെലാറിജിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. തൽഫലമായി മരം അതിന്റെ അതിജീവനത്തിനായി വിത്തുകൾ വേഗത്തിൽ ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രതിഭാസമാണ് സ്ട്രെസ് ബ്ലൂമിംഗ്. കാലാവസ്ഥാ വ്യതിയാനത്തോട് സസ്യം നടത്തുന്ന ഒരു അതിജീവന തന്ത്രമാണ് കണിക്കൊന്നയുടെ നേരത്തെയുള്ള പുഷ്പിക്കൽ പ്രതിഭാസം. ഇത് കേരളത്തിന്റെ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന മുന്നറിയിപ്പായി പരിസ്ഥിതി ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു. സസ്യങ്ങളും അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളും തമ്മിൽ ഒരു ക്രമബന്ധമുണ്ട്. കണിക്കൊന്ന പൂക്കുന്ന സമയത്താണ് പ്രത്യേകതരം ചിത്രശലഭങ്ങളും തേനീച്ചകളും എത്തുന്നത്. പൂക്കൾ നേരത്തെ വിരിയുകയും പരാഗണകാരികൾ എത്താൻ വൈകുകയും ചെയ്താൽ പൂക്കൾ വിത്തുകളാകാതെ കൊഴിഞ്ഞു പോവുകയും ആ ജീവിവർഗങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാതെ വരികയും ചെയ്യുന്നു. ഇത് ജൈവ വൈവിധ്യത്തെ തകർക്കുമെന്നതാണ് ആശങ്ക. കണിക്കൊന്നയെ പോലെയുള്ള നാട്ടുസസ്യങ്ങൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം അവയുടെ കാർബൺ ആഗിരണ ശേഷിയെ കുറയ്ക്കുന്നുമുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഉഷ്ണതരംഗം പോലുള്ള സാഹചര്യങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാൻ ഇത്തരം സസ്യങ്ങളുടെ സ്വഭാവ മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെ സാധിക്കും. 2024 കേരളത്തിൽ രേഖപ്പെടുത്തിയത് 1901 ശേഷമുള്ള ഏറ്റവും ഉയർന്ന താപനിലയാണ്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിലായി ചരിത്രത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം സ്ഥിരീകരിക്കപ്പെട്ടത് ആ വർഷമായിരുന്നു. കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് തീരമേഖലകളിലും ഹൈ റേഞ്ചിലുമാണ് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. പണ്ട് രാത്രികാലങ്ങളിൽ അന്തരീക്ഷം നന്നായി തണുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ രാത്രിയിലെ കുറഞ്ഞ താപനില ഉയർന്നു തന്നെ ഇരിക്കുകയാണ്. ഇത് ഭൂമിക്ക് ചൂട് പുറത്തുവിടാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അറബിക്കടലിലെ ഉപരിതല താപനില വേഗത്തിൽ വർദ്ധിക്കുന്നത് കേരളത്തിലെ തീരദേശങ്ങളിൽ ഉഷ്ണവും ഈർപ്പവും കൂടാൻ കാരണമാണ്. ചൂടിനെ ആഗിരണം ചെയ്തിരുന്ന പാടശേഖരങ്ങളും നീർത്തടങ്ങളും നികത്തപ്പെട്ടതോടെ ഭൂമിക്ക് സ്വാഭാവികമായി തണുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. താപനിലയോടൊപ്പം അന്തരീക്ഷത്തിലെ ഈർപ്പവും ഉയരുന്നത് ചൂട് വർദ്ധിപ്പിക്കുന്നു. ഇത് 36 ഡിഗ്രി ചൂടിനെ പോലും 42 ഡിഗ്രിക്ക് മുകളിലായി തോന്നിപ്പിക്കും. കഴിഞ്ഞ വർഷം ഇടമഴ കിട്ടിയതിനാൽ ചൂട് അധികം രൂക്ഷമായിരുന്നില്ല. ഈ വർഷമാകട്ടെ പാലക്കാട് ചൂട് 40 ഡിഗ്രി പിന്നിട്ടു കഴിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന്റെ നട്ടെല്ലായ കാർഷിക മേഖലയെ താറുമാറാക്കി കഴിഞ്ഞു. നെല്ലിന്റെ ഉത്പാദനത്തിൽ വലിയ കുറവുണ്ടാക്കി. തെങ്ങ്, കുരുമുളക്, മാവ് എന്നിവയുടെ പൂവിടലിനെയും ഫലപ്രാപ്തിയെയും ചൂട് ബാധിച്ചു. കാലാവസ്ഥാ വ്യതിയാനം കാരണം വയനാട്ടിലെ കാപ്പി ഉത്പാദനത്തിൽ 40% കുറവുണ്ടായതായി കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്രതീക്ഷിത മഴയും ചൂടും മൂലം കർഷകർ കുരുമുളക്, വാഴ തുടങ്ങിയ ബദൽ കൃഷികളിലേക്ക് മാറാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ നാം കാലാവസ്ഥാ സന്തുലിത കൃഷി രീതികളിലേക്ക് മാറേണ്ടതുണ്ട്. കണിക്കൊന്നയുടെ കാലചക്രത്തിലുണ്ടായ മാറ്റം പ്രകൃതി നമുക്ക് നൽകുന്ന ഗൗരവകരമായ ഒരു താക്കീതാണ്. ഭൂമിക്ക് പനി ബാധിച്ചിരിക്കുന്നു എന്നതിന്റെ ലക്ഷണം. കാലാവസ്ഥാ വ്യതിയാനം എന്ന വലിയ അപകടത്തിന്റെ ഒരു സൂചകമായി അതിനെ കണക്കാക്കാം. കേരളത്തിലെ കാലാവസ്ഥയിലും പരിസ്ഥിതിയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളിൽ
ശാസ്ത്രീയമായി ഗൗരവ പഠനം ഇനിയും നടന്നിട്ടില്ല എന്നത് അധികാരികൾ ഇനിയും ഉണർന്നിട്ടില്ല എന്നതിന്റെ ലക്ഷണമാണ്. തണുപ്പ് പെയ്യേണ്ട ഹൈറേഞ്ചും കടൽക്കാറ്റേൽക്കേണ്ട തീരദേശവും ഒരുപോലെ വെന്തുരുകുമ്പോൾ നാം ഇത്രയും കാലം പിന്തുടർന്ന വികസന മാതൃകകളെ പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.